സ്വർണത്തിന് റെക്കോർഡ് വില കുതിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മോഷ്ടാക്കളുടെ പ്രധാന ലക്ഷ്യം വീടുകളും ജ്വല്ലറികളുമാണ്. കഴിഞ്ഞ രാത്രി എറണാകുളത്ത് രണ്ടിടങ്ങളിലാണ് കവർച്ച നടന്നത്. സംവിധായകൻ ജോഷിയുടെ വീട്ടിലും എറണാകുളത്തെ ഒരു ജ്വല്ലറിയിലുമായിരുന്നു മോഷണം. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണവും വജ്രാഭരണവും മോഷണം പോയി 1 കോടി രൂപയുടെ കവർച്ച നടന്നെന്നാണ് സൂചന. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി എറണാകുളം ഇടപ്പള്ളിയിലെ രാജധാനി ജ്വല്ലറിയിലും മോഷണം നടന്നിരുന്നു. അന്തർ സംസ്ഥാന കവർച്ചാ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന. 2 സംഭവങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, കൊച്ചി നഗരത്തിൽ തന്നെയാണ് ഈ 2 കവർച്ചകളും നടന്നത്. പോലീസിന് പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ടോം, ആദ്യം സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണത്തിലേക്ക് വന്നാൽ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു പനമ്പള്ളി നഗറിലെ വീട്ടിൽ നിന്നും മോഷണം പോയത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും 30 വയസ്സ് പ്രായമുള്ള ടീഷർട്ടും തൊപ്പിയും പാന്റും ധരിച്ച ഒപ്പം കറുത്തൊരു ഷോളും അയാളുടെ കയ്യിലുണ്ട് എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനുശേഷം ഇയാൾ ജനൽ പൊളിച്ച് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനുശേഷം ഇയാൾ CCTV നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ നിന്നും 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ വജ്ര ആഭരണങ്ങളും ഒപ്പം വിലമതിക്കുന്ന വാച്ചുകളാണ് നഷ്ടമായിരിക്കുന്നത്. അതായത് മുകളിലത്തെ 2 റൂമുകളിൽ നിന്നാണ് മോഷണം പോയത്. അതിലൊരു റൂമിന്റെ സേഫ് ലോക്കർ കുത്തിപ്പൊളിച്ച് 25 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് നെക്ലസും 8 ലക്ഷം രൂപ വിലമതിക്കുന്ന മറ്റ് ഡയമണ്ടിന്റെ 10 കമ്മലുകളും 10 മോതിരങ്ങളും സ്വർണത്തിന്റെ 10 മാലകളും 10 വളകളും സ്വർണത്തിന്റെ 2 വങ്കികളും വില കൂടിയ 10 വാച്ചുമാണ് മോഷണം പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട CCTVകളും പോലീസിന്റെ പരിശോധനയിലുണ്ട്. ഈ പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചന, ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സമീപ പ്രദേശത്ത് ഇറങ്ങിയ, അതായത് 2 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണം ഈ വീടുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം വിരലടയാള വിദഗ്ധരും വീട്ടിലുള്ള വിരലടയാള വിദഗ്ധരും എത്തി ശേഖരിച്ചിട്ടുണ്ട്. ഈ സംഭവ സമയത്ത് ജോഷിയും ഭാര്യയും ഒപ്പം മരുമകളും മക്കളും ചെറുമക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മകൻ കാക്കനാട്ടെ മറ്റൊരു ഫ്ളാറ്റിലായിരുന്നു. ഒപ്പം വീട്ടുജോലിക്കാരിയും ഉണ്ടായിരുന്നു. ഇവർ പുലർച്ചെ രാവിലെ 5 മണിയോടുകൂടി അടുക്കളയിൽ എത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു മോഷണം തന്നെ നഗരത്തിലെ കളമശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയായ രാജധാനി ജ്വല്ലറിയിലാണ്. അവിടെയാണ് ഇന്ന് രാവിലെ ഒരു മോഷണം നടന്നത്. 4 പേരടങ്ങുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളാണ്. അന്തർ സംസ്ഥാന മോഷണ സംഘമാണ് ഇവർക്ക് മുൻപും, അതായത് കേരളത്തിന് പുറത്ത് പല കേസുകളുണ്ടെന്ന് പിന്നീട് പോലീസിന് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. പോലീസ് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. ഈ 4 പേരടങ്ങുന്ന സംഘം ജ്വല്ലറിയിലെത്തി ജ്വല്ലറിയിലെ ജീവനക്കാരിയോട് മാലകൾ എടുക്കാൻ പറയുന്നു. അതിൽ നിന്നാണ് ഒരു മാല മോഷ്ടിച്ച് ഒരു മാല കൈക്കലാക്കിയ ശേഷം ഇവർ കടന്നു കളയുന്നത്. പിന്നീട് നടത്തിയ ഈ ജ്വല്ലറികളുടെ പരിശോധനയിലാണ് ഒരു മാല നഷ്ടപ്പെട്ടു എന്നൊരു വിവരം ഇവർക്ക് മനസ്സിലാകുന്നത്. പിന്നീട് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരാണ് ഇത് മോഷ്ടിച്ചതെന്ന് മനസ്സിലാകുന്നത്. എന്നാലും ഇവർക്കെതിരെ കേരളത്തിന് പുറത്ത് കവർച്ചാ സംഭവങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അന്തർ സംസ്ഥാന മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണമുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സംസ്ഥാനത്ത്, കൊച്ചിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല, സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മോഷ്ടാക്കൾ പലയിടങ്ങളിലും സാധാരണ വീട്ടുകാരുടെ നാട്ടുകാരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്വർണത്തിന് വലിയ വിലയുണ്ട്. വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നത് തന്നെ അപകടകരമാണ്. മാത്രമല്ല, ഈ അന്തർ സംസ്ഥാന മോഷണ സംഘങ്ങൾ, അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകാം. പല രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. പോലീസ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടി സ്വീകരിക്കണം. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് എല്ലാം ശക്തമാക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സ്പോട്ട്ലൈറ്റ്